നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് ക്രിപ്റ്റോയിലേക്ക് ഏവർക്കും സ്വാഗതം. Alright, so guys, after a long time, I am back. And so is Bullrun. ഞാൻ വെറുതെയോടെയല്ല വന്നിരിക്കുന്നത്, ബുൾറണും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്വിറ്ററിൽ എന്നെ ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. ഐ എം ബാക്ക് ആൻഡ് സോ ഈസ് ബുൾറൺ. സോ ഇന്നലെ FOMCയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജെറോ പവൽ വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു, റൈറ്റ്, 50 ബേസിസ് പോയിന്റിൽ. മനസ്സിലായോ? ഞാൻ ഏകദേശം 2 വർഷം മുമ്പ് എൻ്റെ ലാസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലൊരു FOMC മീറ്റിങ്ങിൻ്റെ സമയത്താണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്, 2 വർഷമായിട്ട്. ആൻഡ് ഞാൻ എൻ്റെ ഫോക്കസും മറ്റ് പല കാര്യങ്ങളിലായിരുന്നു. എനിക്ക് ക്രിപ്റ്റോ അല്ലാതെ മറ്റ് ചില ഫീൽഡുകളിൽ കുറച്ച് സ്കിൽസ് എക്വയർ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് നോളേജ് ഗെയിൻ ചെയ്യാനുണ്ടായിരുന്നു. സോ ഞാൻ അതിലായിരുന്നു ഫോക്കസ്. എൻ്റെ മെയിൻ ലാസ്റ്റ് 2 വർഷമായി എൻ്റെ ഫോക്കസ് ടു ബിൽഡ് മൈ സെൽഫ്, റൈറ്റ്. ഇപ്പം നമുക്ക് ക്രിപ്റ്റോയിൽ ഇങ്ങനെ ബെയർ മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവില്ല, ആ ഒരു ഫീൽഡായിരുന്നു. ഈ കൺസോൾട്ടേഷൻ ടൈമിൽ നമ്മളെ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ആ എക്യുമുലേഷൻ സോണാണത് ക്രിപ്റ്റോയിലാണെങ്കിൽ, റൈറ്റ്. അതുപോലെ തന്നെ ഞാനും എക്യുമുലേഷൻ സോണിലായിരുന്നു. ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് വേണ്ട സ്കിൽസ് എല്ലാം ഞാൻ എക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ലൈക്ക് എക്യുമുലേഷൻ സോണിലായിരുന്നു. ആൻഡ് ഫൈനലി ബ്രേക്ക് ഔട്ട് വന്നു. എപ്പോൾ വന്നു? ഇന്നലെ വന്നു. സോ ഗൈസ്, നമുക്കിനി സ്ക്രീനിലേക്ക് പോവാം. ഓൾറൈറ്റ്, ആസ് യു ക്യാൻ സീ ഹിയർ, ഇതാണ് ഇന്നലത്തെ എൻ്റെ ട്വീറ്റ്. എൻ്റെ ചാനൽ ഗൈസ്, എൻ്റെ ട്വിറ്റർ അക്കൗണ്ട് കിങ് ഷെനോയ് എന്നാണ്. കാരണം അഭിഷേക് ഷെനോയ് ഹാൻഡിൽ കിട്ടിയില്ല, അതുകൊണ്ട് കിങ് ഷെനോയ് എന്നാണ് ഹാൻഡിൽ. അഭിഷേക് ഷെനോയ് അഭിഷേക് ഷെനോയ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ട്വിറ്ററിൽ ക്വിക്ക് അപ്ഡേറ്റ്സ് വല്ലതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് ട്വിറ്ററിലായിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, കഴിഞ്ഞ 2 വർഷങ്ങളായി ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. ഇതിന് മുമ്പുള്ള പോസ്റ്റ് എന്നതാ SECയുടെ തന്നെയാണ്. SECയുടെ പോസ്റ്റ് തന്നെയാണ്. ഒക്ടോബർ 12, 2022 എൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ അടുത്ത ഒക്ടോബർ വരാമായിരിക്കുന്നു, 2024. ഏകദേശം 2 വർഷമായി ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലായിരുന്നു. 2 വർഷത്തിന് ശേഷം എല്ലാ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആവാൻ പോവുകയാണ്. അത് യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ. ഞാൻ ഹാൻഡിൽ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെക്ക് ദാറ്റ് ഔട്ട്. ഐ എം ഗോണ ചേഞ്ച് യുവർ ലൈഫ്. Alright, we have a prince of money. Alright, okay. So guys, കുറച്ച് ബുള്ളിഷ് ന്യൂസ് ആണ് ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് പോസിറ്റീവ് നോട്ടി തന്നെ തുടങ്ങാം. സോ ബുൾറൺ ഗൈസ് തുടങ്ങാനുള്ള സമയമായി കഴിഞ്ഞു. അതിനുള്ള കുറച്ച് ബുള്ളിഷ് ആയിട്ട് ഞാൻ ന്യൂസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ന്യൂസായിട്ട് നോക്കാം, പെട്ടെന്ന് ക്വിക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്കൊന്ന് ആദ്യം BTC നോക്കാം. BTC എന്താ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ചാർക്ക്. ഓക്കെ, ആസ് യു ക്യാൻ സീ ഗൈസ്, നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം ഇവിടെ നിന്ന്, അതായത് January 9, 2023, അതായത് കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ് തൊട്ട് ഒരു ചെറിയൊരു ബുൾറണിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇമ്പൾസീവ് മോഡലിൽ വന്നു. അതിനുശേഷം അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ March 4, 2024, അതായത് ഈ വർഷം 6 മാസത്തിന് മുമ്പ് ഇന്ന് വരെ ഈ പറയുന്ന ഒരു ചാനലിൽ ഒരു ബുൾ ഫ്ലാഗ് ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്. ഒരു അക്യൂമുലേഷൻ സോണാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് ലൈക്ക് എൻ്റെ ലൈഫിൽ നടന്ന പോലെ. ഓക്കെ, സോ ആസ് യു ക്യാൻ സീ ഹിയർ, കഴിഞ്ഞ മാർച്ച് മുതൽ ഇപ്പോൾ സെപ്റ്റംബർ കഴിയാറായി, ഏകദേശം ഒക്ടോബർ, ഏകദേശം ഒരു 6 months ആയി ബിറ്റ്കോയിൻ അക്യൂമുലേഷൻ സോണിൽ ഇങ്ങനെ സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ചാനലായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഓൺ എ ഹയർ ടൈം ഫ്രെയിം, അതായത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബുൾ ഫ്ലാഗ് കാണാൻ പറ്റും. ആസ് യു നോ, ബുൾ ഫ്ലാഗ് ഈസ് വെരി ബുള്ളിഷ്, റൈറ്റ്. ഈ സാധനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലാഗ് ഇവിടെ നല്ലൊരു ഇൻറ്റൻസ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ പിന്നെ പിടിച്ചാൽ കിട്ടൂല, പറക്കും എന്ന് വെച്ചാൽ പറഞ്ഞിരിക്കും. ആ മാതിരി പവറിലേക്ക് വരാൻ പോകുന്നത് ഗൈസ്. അതിന് കുറേ റീസൺ ഉണ്ട്. ഒന്ന് ഇലക്ഷനാണ്, US ഇലക്ഷൻ, അത് നവംബറിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. സോ യൂഷ്വലി ഇലക്ഷനൊക്കെ വന്നതിന് ശേഷം ഏകദേശം ഒരു വർഷത്തോളം ബുൾറൺ വരാറുണ്ട്. അത് കഴിഞ്ഞ വർഷമായിക്കോട്ടെ, അതിന് മുമ്പത്തെ വർഷമായി, കഴിഞ്ഞ ഇലക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 5 വർഷം മുമ്പുള്ള അതിന് മുമ്പത്തെ ഇലക്ഷൻ ആയിക്കോട്ടെ, എല്ലാ ഇലക്ഷനും US ഇലക്ഷൻ, ഇന്ത്യയുടെ കാര്യമല്ല, US ഇലക്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ക്രിപ്റ്റോ ഈസ് റിലേറ്റഡ് ടു US മാർക്കറ്റ്. US മാർക്കറ്റും ക്രിപ്റ്റോ വളരെ കോറിലേറ്റഡ് ആണ്. നാസ്ഡാക്കും S&P 500ഉം അതുപോലെ തന്നെ ഡൗ ജോൺസും ബിറ്റ്കോയിനും തമ്മിൽ ഭയങ്കര കോറിലേഷനാണ്. അത് US സ്റ്റോക്ക് മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ ബിറ്റ്കോയിന് മുകളിൽ പോകാറുണ്ട്. ലൈക്ക് എക്സാക്ട്ലി അല്ല, എന്നാൽ പോലും ആ സൈഡിലായിരിക്കും മൊമെൻറ്റം വരിക. ഓക്കെ, നൗ ന്യൂസിലേക്ക് കടക്കാം. എന്താണ് ന്യൂസ്? ഫസ്റ്റ് ഓഫ് ഓൾ, ബ്രേക്കിംഗ് ന്യൂസ്, ഫെഡറൽ റിസർവ് കട്ട്സ് ഇൻട്രസ്റ്റ് റേറ്റ് ബൈ 50 basis points ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ലാസ്റ്റ് 4 years. 4 വർഷത്തിന് ശേഷമാണ് 50 basis points ഫെഡറൽ റിസർവ് കട്ട് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിന് മുമ്പ് ഇതുപോലെ കട്ട് ചെയ്തപ്പോൾ, 4 വർഷത്തിന് മുമ്പ് കട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിന് മുമ്പ് ഇത് കട്ട് ചെയ്തപ്പോൾ ഇത് സംഭവിച്ചു. ഇത് കണ്ടോ, മൂവ്മെൻറ്റ് കത്തിപ്പോയി, ബിറ്റ്കോയിൻ പറന്നുപോയി, റൈറ്റ്. ഇപ്പോൾ അത് 4 വർഷത്തിന് ശേഷം പിന്നെയും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. അത് ദാറ്റ് മീൻസ് ദാറ്റ് ഇനിയും നെക്സ്റ്റ് ബുൾറൺ വേണ്ടിയുള്ള ചെറിയൊരു തീപ്പൊരി ഫെഡറൽ റിസർവ്, അതായത് നമ്മൾ ജെറോ പവൽ ചേർന്ന് കൊടുത്തു കഴിയും. ഓക്കെ, നെക്സ്റ്റ് ബുള്ളിഷ് ആയിട്ടുള്ള വാർത്തകൾ ഞാൻ വായിക്കാം, കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ആസ് യു ക്യാൻ സീ ഹിയർ, ടോപ്പ് 20 entities ആണ് ബിറ്റ്കോയിൻ ഹോൾഡിങ്ങിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള entities ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സതോഷി നാകാമോട്ടോ, അതൊരു എൻറ്റിറ്റി അല്ല, ബട്ട് നമുക്കറിയില്ല അത് ആരാണ് എന്താണെന്ന് അറിയില്ല. ഓക്കെ, അറിയില്ല, എനിക്കറിയില്ല. ഓക്കെ,
So, second one is Coinbase, and third is Binance, and fourth one, guys. Fourth one, ഇതാണ് ഏറ്റവും important. And BlackRock. None other than BlackRock. Who is BlackRock? BlackRock runs the world through America. ഓക്കെ, ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് എൻറ്റിറ്റി, അത് ലോകത്തിനെ കൺട്രോൾ ചെയ്യാൻ പവറുള്ള ഒരു എൻറ്റിറ്റിയാണ് ബ്ലാക്ക് റോക്ക് എന്ന് വെച്ചാൽ. ആക്ച്വലി അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിയുന്നില്ല. ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി അവർ ലോകത്തെ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് റോക്കാണ്. അവരെടുത്ത് ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് ഡോളറുണ്ട്. അവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, അതായത് ബിറ്റ്കോയിൻ ETF ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ആക്റ്റീവ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ. ബിറ്റ്കോയിൻ ETF ഇവർ അപ്രൂവ് ആയതിനു ശേഷം, അതായത് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ, ഈ പറയുന്നത് ഏകദേശം 1 year അടുത്തായിട്ടുണ്ടാവും, ഒരു 6-8 months ആയിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ബ്ലാക്ക് റോക്ക് 4ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. 2008 ബിറ്റ്കോയിൻ വന്നത്, ഇപ്പോൾ എത്രയായി? 2024. ഇത്രയും വർഷങ്ങളായിട്ട് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളവർ. മൈക്രോ സ്ട്രാറ്റജി നമ്മുടെ മൈക്കിൾ സെയ്ലറിൻ്റെ കമ്പനിയാണ്, പണ്ട് മുതൽ അക്യുമുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രേ സ്കെയിൽ പണ്ട് മുതൽ അക്യുമുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോയിൻബേസ് ആൻഡ് ബൈനാൻസ് പണ്ട് മുതൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആസ് യു ഗെറ്റ് സീ, സപ്പോസ് ഓഫ് കോഴ്സ് നമുക്കറിയാം ക്രിയേറ്ററാണ്, സോ ഡേ 1 മുതൽ പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. ബട്ട് ബ്ലാക്ക് റോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ടോപ്പ് 4, അതായത് ടോപ്പ് 4th പൊസിഷനിൽ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം $20 billion ആണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ് ഉണ്ട്. പുല്ലുപോലെ അവർക്കിതൊക്കെ കമ്പനിൻ്റെയാണ്, മനസ്സിലായി? പുല്ലുപോലെ പൈസ ഇറക്കാൻ കഴിവുള്ളവരാണ് അവർ. ഓറൈറ്റ്, സോ അവർ ക്രിപ്റ്റോയിൽ വന്നതോടുകൂടി നമുക്ക് കോൺഫിഡൻസ് ഡബിളായി. നമുക്ക് മാത്രമല്ല, US ബാക്കി ഇൻവെസ്റ്റേഴ്സിനും, അതായത് കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്, US സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റ് ഇക്വിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്രിപ്റ്റോയിലേക്ക് വരാൻ ഒരു വഴി ആയിട്ട് ബ്ലാക്ക് റോക്ക് വന്നു. കാരണം ബ്ലാക്ക് റോക്കിനെ ഒരുപാട് ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പൈസ ഉണ്ട്, പൂത്ത കാശുണ്ട് അവരുടെ. റൈറ്റ്, സോ അവർ വഴി ഒരുപാട്, അത് മാത്രമല്ല ഒരുപാട് വേറെയും എൻറ്റിറ്റീസ്, അതായത് വേറെയും ETF അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എ ബിഗ് ബുള്ളിഷ് ന്യൂസ് ഗൈസ്. ആൻഡ് നെക്സ്റ്റ് ന്യൂസിലേക്ക് ഇറങ്ങാം. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? നമുക്ക് ബ്ലാക്ക് റോക്കിനെ കുറിച്ച് സംസാരിച്ചു. ഇനി എന്താണ്? യെസ്, $92 billion ആസ്തിയുള്ള മൈക്കിൾ ഡെൽ സേസ് എൻജോയ് ബിറ്റ് കോയിൻ. മൈക്കിൾ ഡെൽ ആണ്. ഡെൽ എന്ന ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മോണിറ്ററൊക്കെ ഡെല്ലിൻ്റെ ഉണ്ടാവും, സോ ലാപ്ടോപ്പൊക്കെ. സോ ഡെല്ലിൻ്റെ ഫൗണ്ടറാണ് മൈക്കിൾ ഡെൽ എന്ന് പറഞ്ഞ പുള്ളി. ഈ പുള്ളിക്കാരൻ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് എൻജോയ് ബിറ്റ് കോയിൻ എന്ന് വെച്ചാൽ പുള്ളിക്കാരനും ഒരു ബിറ്റ് കോയിൻ ഹോൾഡറാണ്, അല്ലെങ്കിൽ ബിറ്റ് കോയിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓപ്പൺ ആയിട്ട് ട്വിറ്ററിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. ആസ് യു ക്യാൻ സി 353, അതായത് 3,53,000K വ്യൂസാണ് വന്നിട്ടുള്ളത്. സോ ഇറ്റ്സ് ഹ്യൂജ് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. മൈക്കിൾ ഡെല്ലും ബിറ്റ് കോയിൻ്റെ ബുള്ളിഷാണ് എന്നുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, നെക്സ്റ്റ് എന്താണ്? As you can see, Uber CEO wants to accept Bitcoin and crypto as a payment method soon. അതായത് ഊബർ, നമ്മളെല്ലാവരും ഊബർ ഉപയോഗിക്കുന്നവരാണ്. അക്രോസ് ദ ഗ്ലോബ് ഊബർ ആൾക്കാർ ഉപയോഗിക്കുന്നത് ആസ് എ ക്യാബ് സർവീസ്. ഇനിയിപ്പോൾ നമ്മൾ യൂബറിൽ ഇപ്പോഴല്ല, ഇൻ ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ വരാൻ ടൈം എടുക്കും. ബട്ട് അപ്പാർട്ട് ഫ്രം ഇന്ത്യ, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഊബറിൽ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് ബിറ്റ് കോയിനും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി USDC ഇതും വരാനുള്ള ചാൻസ് ഉണ്ട്. അവർ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത് തന്നെ വരും. ദാറ്റ്സ് എ ബിഗ് ബുള്ളിഷ് ന്യൂസ്. അതായത് ക്രിപ്റ്റോ ഗ്ലോബൽ അഡോപ്ഷനെ റൈസ് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണത്. ഊബർ. ഈ നെക്സ്റ്റ് ഏതാണ് വന്നിരിക്കുന്നത്? ദ തേർഡ് ന്യൂസ് ഈസ് ഫ്രം ആപ്പിൾ ആഡഡ് ബിറ്റ് കോയിൻ പേയ്മെൻറ്റ് ഓൺ ആപ്പിൾ പേ. ഗൈസ്, നമുക്കിവിടെ ഇല്ല, നമുക്കിവിടെ ഗൂഗിൾ പേ ഉള്ളത്, അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആപ്പിൾ പേ ആണുള്ളത് ഏറ്റവും ഫേമസ്. സോ ഗൈസ്, ആപ്പിൾ പേയിലും ഓൾറെഡി ബിറ്റ് കോയിൻ ഒരു പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു എന്ന ന്യൂസാണ് വന്നിരുന്നത്. റൈറ്റ്, സോ നമുക്ക് ആപ്പിളായി, ദെൻ ഊബർ വന്നു, ആൻഡ് ദെൻ ഡെല്ല് വന്നു, ബ്ലാക്ക് റോക്ക് വന്നു, ആൻഡ് ഫെഡറൽ റിസർവ് പോസിറ്റീവായി. സോ എന്തുകൊണ്ടും പല സ്ഥലത്തു നിന്നും, അതായത് വരുമ്പോൾ 4 വശത്തു നിന്നും പ്രോബ്ലംസ് വരും, അതുപോലെ തന്നെ വരുമ്പോൾ 4 വശത്തു നിന്നും നല്ല കാലം വരും. സോ അതുപോലെ ബിറ്റ് കോയിന് വളരെ നല്ല കാലമാണ് വന്നിരിക്കുന്നത്. ബട്ട് ഗൈസ് എഗെയിൻ, ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ്. സോ ബുള്ളിഷ് ന്യൂസ് എത്ര വന്നാലും ചിലപ്പോൾ ഇനിയിപ്പോൾ താഴത്തേക്ക് വരാം. വി ഡോണ്ട് നോ, മാർക്കറ്റ് മേക്കേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യും. ബട്ട് ഞാൻ കഴിഞ്ഞ 1-2 വർഷമായി ഈ നമ്മുടെ അക്യുമുലേഷൻ സോണിൽ ബിറ്റ് കോയിൻ വന്നത് മുതൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഓൾ കോയിൻസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗൈസ്, അതിനെക്കുറിച്ച് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓൾ കോയിൻസ് എല്ലാം ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ആൻ ഐഡിയ, ലൈക്ക് ഏത് കോയിൻസ് വേണം വാച്ച് ലിസ്റ്റ് ഇടാൻ വേണ്ടി, ഏത് സെക്ടറാണ് ബുള്ളിഷ് എന്ന് അതിനെക്കുറിച്ച് ഇടാം. ആൻഡ് ഗൈസ്, ദാറ്റ്സ് വെരി മച്ച് ഗൈസ്. ഇപ്പോൾ നെയ്ത്ത് വീഡിയോ എന്ന് തോന്നുന്നു. ആൻഡ് ഫൈനലി നമുക്കൊരു പോസിറ്റീവ് നോട്ടിന് തന്നെ നമുക്ക് എൻഡ് ചെയ്യാം. നമുക്കിവിടെ കാണാൻ ഒരു ചെറിയൊരു മെയിമാണത്. ഇന്ന് നമ്മുടെ ജെറോ പവനായിട്ട് എല്ലാം കത്തിച്ച് വിടുന്നത്, എല്ലാം മറക്കം പോകുന്നത്. സി ഗൈസ്, ഇത് വെസ്റ്റേൺ കൺട്രിയിലെ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അക്കൗണ്ടാണ്. സോ ട്വിറ്റർ എല്ലാം ബുള്ളിഷാണ്, എൻറ്റിറ്റീസ് എല്ലാം ബുള്ളിഷാണ്, ചാർട്ട് ബുള്ളിഷാണ്, എവറിത്തിങ് ഈസ് ബുള്ളിഷ്. റൈറ്റ്, അറിയൂ?
സോ ഗൈസ് വൺ മോർ തിങ് ഗൈസ്, ഫോമോ വരാൻ പാടില്ല. ഇത് എല്ലാം പുള്ളിഷാവെന്ന് വിചാരിച്ച് നിങ്ങൾ എല്ലാ പൈസയും കൊണ്ട് ഒറ്റയടിക്ക് ഉപയോഗിച്ച് ഒരു ഇടാൻ പാടില്ല. വെയിറ്റ് ചെയ്യുക, നല്ല നല്ല പോയിന്റ്സിൽ നല്ല നല്ല എൻട്രീസ് വരും, അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുക. ആൻഡ് ഐ ഹോപ്പ് കഴിഞ്ഞ ബെയർ മാർക്കറ്റിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു മേജർ പോർഷൻ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ് എന്ന് വിചാരിക്കുന്നു. ഐ ആം ഓൾ ഇൻ. ആൻഡ് ദാറ്റ് ഡസൻറ്റ് മീൻ എനിക്ക് സൈഡിൽ പണമില്ല എന്നല്ല, സൈഡിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ട്. എനിക്ക് USD ഡിസേബിൾ പോയിന്റ്സ് ആയിട്ടുണ്ട്. ഞാനത് ഫ്യൂച്ചർ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇഫ് ഇറ്റ് കംസ് എനിക്കത് ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ നിന്ന് എനിക്കത് പോർട്ട്ഫോളിയോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഓൾവേസ് കീപ് യുവർ ലിക്വിഡ് ക്യാഷ് aside. Right? So guys, that's pretty much it. നമുക്കിങ്ങനെ പടക്കം പോലെ പോട്ടെ, ബിറ്റ്കോയിൻ, ഇത്തീരിയം, BNB, TOR, Doge. I'm not a fan of Doge. Chainlink, Exaftio, Bayomin. Okay, so on that note, guys, that's pretty much it. Until next time, I'm your son, Signing out. Print money.